ഓ, കണ്ടന്റ് ക്ഷാമോടെ കണ്ടന്റ് ക്ഷാമം. അനു ഒന്ന് സൈലൻസ് ആയപ്പോഴത്തേക്ക് ബിഗ് ബോസ് വീട് ഫുള്ള് കണ്ടന്റ് ക്ഷാമം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇന്നത്തെ ലൈവ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ബിഗ് ബോസ് സീസൺ 7 ഓടിക്കൊണ്ടിരിക്കുന്നത് അനുമോളിലൂടെയാണെന്ന്. ഇന്നത്തെ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക്, കുറ്റം പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. വേറെ അവിടെ ഉള്ള ഒരു കണ്ടസ്റ്റൻസിനും ഒന്നും അവിടെ ചെയ്യാനില്ലാതെ, ഒന്നും കാണിക്കാനില്ലാതെ, ഒരു കോണ്ടന്റും ഇല്ലാതെ അവിടെ ചൊറിയും പിടിച്ച് അവിടെ എവിടെയും മാറിയിരിക്കുന്ന രംഗങ്ങളാണ് ഇത് ലൈവിൽ കണ്ടിട്ടുള്ളത്. ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും മനസ്സിലാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ലൈവ് ശോകമായിരുന്നു, 3G ആയിരുന്നു കേട്ടോ. അനുമോൾ ഇല്ലാത്തതുകൊണ്ട്. അനുമോൾ സൈലന്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഫയർ ചെയ്തല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതിൽ നിന്ന് അനുമോൾ ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അനുമോൾ ഫുള്ള് ആ ഒരു ഇതിലിരിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും ലാലേട്ടൻ ഇത്രയും ദേഷ്യപ്പെട്ട് സംസാരിച്ചല്ലോ. അപ്പം എന്തൊക്കെയായിരിക്കും പുറത്ത് നടക്കുന്നത്. അതുമാത്രമല്ല, അച്ഛനും അമ്മയും വിഷമിച്ചിട്ടുണ്ട്. ഓണത്തിൻ്റെ ഇതിന് വിഷസ് ചെയ്യുന്ന സമയത്ത് അച്ഛനും അമ്മയും കാണിക്കുന്നുണ്ട്. അപ്പം അച്ഛനും അമ്മയും ഒന്നും മിണ്ടുന്നില്ല, അവർ നല്ല വിഷമിച്ചായിരുന്നു ഇരിക്കുന്നത്. അപ്പം എങ്ങനെ പോയാലും അനുമോൾക്ക് അറിയാമായിരിക്കുമല്ലോ, അനുമോളെ അച്ഛനും അമ്മയും കാണുമ്പം ഇപ്പം നേരിട്ട് കാണുന്ന സംസാരിക്കുന്ന അച്ഛനും അമ്മയും എങ്ങനെ ആയിരിക്കും അനുമോൾക്ക് അറിയാലോ. അപ്പം അവിടെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് ലൈവിൽ, അച്ഛനും അമ്മയും നല്ല വിഷമിച്ചാണ് ഇരിക്കുന്നത്. അപ്പം ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പുള്ളിക്കാരിക്ക് ഒരു ടെൻഷനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതിൽ പിന്നെ അനു ഒന്ന് മാനസികമായിട്ടൊന്ന് സൈലന്റ് ആയിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് പുറത്ത് ലാലേട്ടൻ ഇത്രയും ഫയർ ചെയ്തത് പുള്ളിക്കാരിക്ക് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പുറത്ത് ഇത്രയും ദേഷ്യത്തോടെ പറയുമ്പോഴത്തേക്കിനി വെളിയിൽ എന്തുമാത്രം അത് ചർച്ചയായിട്ടുണ്ടെന്ന് അനുവിനത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പുള്ളിക്കാരി ഒന്ന് ഡൗൺ ആയിരുന്നു. മാനസികമായിട്ട് പുള്ളിക്കാരിക്ക് ഒരു വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ അനു ഒന്ന് സൈലന്റ് ആയപ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് വീട്ടിൽ ഒരു കോണ്ടന്റും വന്നിട്ടില്ല കേട്ടോ. ഒരു കോണ്ടന്റും വന്നിട്ടില്ല. ഇന്ന് ആകെ ഇച്ചിരിയെങ്കിലും ലൈവിനകത്തൊരു കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇച്ചിരിയെങ്കിലും ഒരു ആശ്വാസം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാരും സെറീനയും അതുപോലെ അഭിഷേകും വന്നത് പുതിയൊരു അഖിൽമാരാറിൻ്റെ പുതിയൊരു പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആ ഒരു ചെറിയൊരു നിമിഷത്തിൽ മാത്രമാണ് അവിടെ ബിഗ് ബോസ് വീടൊന്ന് ആക്റ്റീവ് ആയത്. അല്ലാതെ ഫുള്ള് ശോകമായിരുന്നു. ശോകം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ശോകമായിരുന്നു കേട്ടോ. ലൈവ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 ഓടിക്കൊണ്ടിരിക്കുന്നത് അനുവിലൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇന്നലെ രാത്രി നമ്മൾ കണ്ടയാണ് അനു ഒറ്റയ്ക്ക് പോയി ഗാർഡൻ ഏരിയയിൽ പോയി കിടക്കുന്നത് നമ്മൾ കണ്ടതാണ് രാത്രി. അപ്പം കുറേ നേരം അവിടെ കിടന്ന് പിന്നെ അനു ഉറങ്ങിപ്പോകുന്നുണ്ട്. ഉറങ്ങിപ്പോയതിന് ശേഷം പിന്നെ അകത്ത് രാത്രി ഒരുപാട് സമയം കഴിഞ്ഞിട്ട് അകത്ത് പോയി കിടക്കുന്നുണ്ട്. അപ്പം ഇന്ന് രാവിലെ കിച്ചണിൽ നിൽക്കുന്ന പ്രവീണിനോട് അനു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇതുപോലെ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പുള്ളിക്കാരി ഓൾറെഡി മാനസികമായിട്ട് കുറച്ച് വിഷമമുണ്ട്. അപ്പോൾ പ്രവീണിൻ്റെ അടുത്ത് പറയുവാണ്, ലാലേട്ടൻ വന്ന സമയത്ത് ഞാൻ ഇന്നലെ പുറത്തുണ്ടായിരുന്നു, ഞാൻ പുറത്താണ് കിടന്നത്. പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് തണുപ്പ് തുടങ്ങിയ സമയത്ത് ഞാൻ അകത്ത് പോയി കിടന്നു. ഞാൻ ചന്ദ്രനെയൊക്കെ നോക്കി കിടക്കുമായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട്, അപ്പോൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എന്നെ കൂടെ വിളിക്കാൻ തരാം, നമുക്ക് സംസാരിച്ചിരിക്കാന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചന്ദ്രനെയൊക്കെ നോക്കി ഇങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയെന്നും പറയുന്നുണ്ട്. അപ്പം എന്താണ് പ്രശ്നം, എന്താണ് നീ ചിന്തിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അനു പറയുന്നുണ്ട്, ലാലേട്ടൻ വന്ന സമയത്ത് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞാണ്, ഇത്രയും ദേഷ്യത്തോടെ ലാലേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുറത്ത് അതൊക്കെ എങ്ങനെ ആയിരിക്കും പോയിട്ടുള്ളതെന്നൊക്കെ ഒരു ടെൻഷനുണ്ട്. അതുകൊണ്ടായിരിക്കും ഇനി അച്ഛനും അമ്മയും ഓണത്തിന് വിഷ് ചെയ്യാതിരുന്നതും ആ ഒരു സങ്കടം അവരെ ഫേസിൽ കണ്ടതെന്നൊക്കെ അനുമോൾക്ക് ചിന്തയുണ്ട്. അപ്പം അതൊക്കെ പ്രവീണിനടുത്ത് പറയുന്നുണ്ട്. അപ്പം പ്രവീൺ അതിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ, മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിൽ അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സങ്കടപ്പെടുകയൊന്നും വേണ്ട, കാരണം നിനക്കിപ്പം ഈ ചിന്തിച്ചതുപോലെ തന്നെ തിരിച്ചും ചിന്തിക്കാമല്ലോ. കാരണം ഇത്രയും ലാലേട്ടൻ വന്ന് ഫയർ ചെയ്തിട്ടും നീ അവിടെ പിടിച്ചു നിന്നല്ലോ, കാരണം ഒന്ന് കരയാതല്ലേ. അപ്പം ജനങ്ങൾ അങ്ങനെയും ചിന്തിക്കുമല്ലോ, കാരണം ഇത്രയും വഴക്ക് പറഞ്ഞില്ലേ, പാവം അനുവിന് ഇത്രയും വഴക്ക് പറഞ്ഞില്ലേ. അപ്പം അങ്ങനെയും നിനക്ക് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പം ആ രീതിയിലും കൂടെ നിനക്ക് ചിന്തിക്കാമല്ലോ, രണ്ട് രീതിയിൽ ചിന്തിക്കാമല്ലോ, ഒരു രീതി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രവീണ് കുറച്ച് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രവീണിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പം ഈ പ്രവീണ് ഫുള്ള് അനുവിൻ്റെ പുറകെയാണ് കേട്ടോ. എനിക്കിന്ന് ലൈവ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ലൈവിൽ നെവിൻ്റെ അടുത്ത് പോയിട്ട് അനുവിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പ്രവീണ്. ഈ അടുത്ത കട്ടപ്പ 2.0 ആവുമോ എന്നൊരു ഡൗട്ടുണ്ട്. ഇപ്പം അനുവായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അനു അങ്ങോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ
അടുത്തൊരാളടുത്ത് ചെന്ന് പറയുന്ന ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രവീണ്. നീ അടുത്ത ഒരു കട്ടപ്പ 2.0 ആവാനുള്ളൊരു ചാൻസും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, കാരണം പ്രവീൺ ഇപ്പം അനുമോളായിട്ട് ഓൾറെഡി പ്രവീൺ അറിയാം, വൈൽഡ് കാർഡായിട്ട് കയറി വന്ന പ്രവീണിനായോണ്ട് അനുമോൾക്ക് എന്തുമാത്രം സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം. അനുമോളുമായിട്ട് ചേർന്ന് നിന്ന് പോവുകയാണെങ്കിൽ ഒരു ടോപ്പ് 5 വരെ എത്തിച്ചേരാൻ പറ്റുമെന്ന് പ്രവീണിന് നല്ലപോലെ അറിയാം. ഇനി അതുകൊണ്ടാണോ എന്നും അറിയത്തില്ല. എന്തായാലും അനുവുമായിട്ട് ചേർന്ന് നിന്ന് അനുവിൻ്റെ കൂടെ നിന്നിട്ട് അനുവിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എവിടെയും കൊണ്ട് പറയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രവീണിൻ്റെ ടാർഗറ്റ് അനുമോളാണ്. പ്രവീൺ അനുമോക്കെതിരെയാണ്. ഓൾറെഡി പ്രവീൺ വൈൽഡ് കാർഡായിട്ട് പോയ ആളാണ്. അനുമോളെ സപ്പോർട്ടിങ്ങും അനുമോക്ക് എന്തുമാത്രം സപ്പോർട്ടുണ്ട്, അനുമോക്ക് എന്തുമാത്രം വോട്ട് കിട്ടുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം പ്രവീണിന് നല്ലതുപോലെ അറിയാം. അപ്പോൾ അനുമോക്കെതിരെ നല്ലൊരു ഗെയിം കളിക്കാൻ പോയൊരു വ്യക്തിയാണ് പ്രവീൺ അത് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രവീണിന് അറിയാം ഒരു 100 ദിവസം വരെ അവിടെ നിന്ന് പോകണമെങ്കിൽ ഇപ്പോഴേ അനുവിനെ കയറി പിടിച്ചാൽ മാത്രമേ അവിടെ നിന്ന് പോകാൻ പറ്റൂ എന്ന് പ്രവീണിന് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ അളിയൻ നൈസായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ് അവിടെ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അനു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിലൊന്നും താല്പര്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്നത്. കഴിഞ്ഞ ലൈവിലൊക്കെ അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കാനാണ് വന്നത്, ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കളിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രവീൺ ഉണ്ടല്ലോ, അനുമോളെ സപ്പോർട്ടിലൂടെ ഒരു ടോപ്പ് 5 കയറി പറ്റാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. പക്ഷേ ചില സമയത്ത് അളിയൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് വരുന്ന, അളിയൻ പോലും അറിയാതെ പുറത്തോട്ട് വരുവാണ്. ഇപ്പോൾ അനുവുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുവിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി കണ്ണടച്ച് വിശ്വസിക്കും. കാരണം ഈ ശൈത്യം വിശ്വസിച്ചതുപോലെ അതുപോലെയാണ് ഇപ്പോൾ ഈ പ്രവീണിൻ്റെ അടുത്തും കണ്ണടച്ച് വിശ്വസിച്ച്. കാരണം സത്യം പറഞ്ഞ ഒരു ജെന്യുവനായിട്ടുള്ളൊരു ഫ്രണ്ട് എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഇപ്പം ഈ ശൈത്യയുടെ കേസിൽ എന്താണ് സംഭവിച്ചത്? ശൈത്യ വിശ്വസിച്ചു, ഒരു ഫ്രണ്ടായിട്ട് ശൈത്യ അനു കണ്ടു, സത്യസന്ധമായിട്ട് കണ്ടു. പക്ഷെ ശൈത്യ എന്താണ് ചെയ്തത്? അനു പറഞ്ഞിട്ടുള്ള ഇപ്പം നമ്മൾ സാധാരണയായിട്ട് ഇപ്പം ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യൂടെ, അത് സ്വാഭാവികമായിട്ട് നമ്മളെ ലൈഫിലെ പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യും. അതൊരു ഫ്രണ്ടാണെന്നുള്ള അവരിലുള്ളൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ട്രസ്റ്റ് നമുക്കുള്ളതുകൊണ്ടാണ് അത് ഷെയർ ചെയ്യുന്നത്. പക്ഷെ ആ ട്രസ്റ്റ് അവർ നശിപ്പിക്കുമ്പോഴാണ് നമ്മളെ യഥാർത്ഥ ഫ്രണ്ട് അല്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, ഒരു ഫേക്ക് ഫ്രണ്ടാണ് തിരിച്ചറിയുന്നത്. അതുപോലെയാണ് ശൈത്യയുടെ കേസിലും സംഭവിച്ചത്. ഇപ്പം ഈ പ്രവീൺ ഉണ്ടല്ലോ, ഈ അനുവിനെ താങ്ങി അനുവിൻ്റെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനും അനുവിൻ്റെ ഗെയിമും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അളിയൻ നടക്കുന്നത്. എനിക്കിന്ന് ലൈവ് കണ്ടപ്പോൾ അങ്ങനെ തോന്നി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പ്രവീണിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുമല്ല, ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ലൈവ് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കണം, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ പ്രവീണിൻ്റെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ലൈവിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അത് ഞാൻ പറയാം. അപ്പം അനുവിനെ ഈ താങ്ങി നിൽക്കാനുള്ള പരിപാടിയാണ് ഈ പ്രവീൺ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലൈവിനകത്ത് എന്ന് വെച്ചാൽ പല കാര്യങ്ങളും ഇപ്പം അനുവുമായിട്ട് ബന്ധപ്പെട്ട് അനു പറയുന്ന പല കാര്യങ്ങളും മറ്റുള്ള ആൾക്കാരെടുത്ത് ഈ പ്രവീൺ പോയി സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അനു അങ്ങനെ പറഞ്ഞു, അനു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു കട്ടപ്പ 2.0 പ്രവീൺ പോവാനുള്ള ചാൻസ് കാണുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഇന്നത്തെ ലൈവിൽ നെവിൻ്റെ അടുത്ത് ചെന്നിട്ട് അപ്പോൾ അനുവും അതുപോലെ പ്രവീണും ചെറിയൊരു സംസാരം ഉണ്ടാവുന്നുണ്ട്. അപ്പം നെവിൻ്റെ അടുത്ത് ചെന്നിട്ട് പ്രവീൺ പറയുവാണ്, ഞാൻ അനുവിനിട്ട് നല്ലോണം കൊടുത്തിട്ടാണ് വന്നത്. അപ്പം നെവിൻ ചോദിക്കുന്നത് എന്ത് പറ്റിയാലെയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പ്രവീൺ പറയുന്നുണ്ട്, അനു ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇപ്പം എൻ്റെ കൂടെ ഫ്രണ്ട്സ്, ഇപ്പം അനു പറയുവാണ്, എൻ്റെ കൂടെ ഫ്രണ്ട്സ് ആവുന്ന ആൾക്കാരെ എല്ലാം ഞാൻ പുറകിൽ നിന്ന് കുത്തുന്നു എന്നൊരു സംസാരം ഇവിടെ നടക്കുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ അത്രയും പറഞ്ഞപ്പോഴേ ഞാൻ അനുവിനിട്ട് ശരിക്കും കൊടുത്ത് എന്നാണ് ഈ പ്രവീൺ നെവിൻ്റെ അടുത്ത് പറയുന്നത്. എങ്ങനെ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവീൺ പറയുവാണ്, ഇങ്ങനെ കാണും എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നീ വെളി ഇറങ്ങുമ്പോഴത്തേക്ക് നിനക്ക് നല്ല പണി ഞാൻ തരും, നിനക്ക് നല്ല പണി തരും, വീഡിയോ ഇട്ട് നിന്നെ ഞാൻ നാറ്റിക്കും, നീ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, നീ കേസ് കൊടുത്താലും കുഴപ്പമില്ല, നിന്നെ വീഡിയോ ഇട്ട് ഞാൻ നാറ്റിക്കുമെന്ന് ഈ പ്രവീൺ പറയുവാണ്. അപ്പം പ്രവീണിൻ്റെ മനസ്സിലിരിപ്പ് വെളി വന്നു കഴിഞ്ഞു അല്ലേ? ഐക്യമുള്ളവർക്ക് ചിന്തിക്കാം.
പ്രവീണിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അതിലൂടെ മനസ്സിലായി. അപ്പോൾ ഈ അനു പറയുന്ന പല കാര്യങ്ങളും ഈ പ്രവീൺ പിടിച്ചെടുത്തിട്ട് പല ആൾക്കാരെടുത്തും ഇപ്പൊ ശൈത്യ ചെയ്ത് അതേ പണിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കട്ടപ്പ 2.0 പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരാരും അവരൊക്കെ വന്നിട്ട് പോയി. അപ്പം അഖിൽമാരാർ എനിക്ക് തോന്നുന്നു അവിടെ വേറൊരാളെയും കെട്ടിപ്പിടിച്ചില്ല. അനുമോളെ മാത്രമാണ് വന്ന് കെട്ടിപ്പിടിച്ചത്. അനു എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കെട്ടിപ്പിടിച്ചു. ബാക്കി എല്ലാവർക്കും ഷെയ്ക്കാനാണ് കൊടുത്തത്. അനുവിനെ മാത്രം കെട്ടിപ്പിടിച്ചു. അതുപോലെ അഭിഷേകിന് മുമ്പേ വെളി വെച്ച് അനുവിനെ അറിയാമെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ഇന്റർവ്യൂവിലൊക്കെ അവർ പങ്കെടുത്തിട്ടുണ്ട്. അഭിഷേകം വന്നിട്ട് നല്ല രീതിയിൽ അനുവിന് സപ്പോർട്ട് കൊടുത്തിട്ടൊക്കെയാണ് പോയത്. പോകാൻ നേരത്തൊക്കെ പാവയുടെ കാര്യം പറയുന്നുണ്ട്. പ്ലാച്ചി എനിക്ക് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുപോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്തായാലും കൊള്ളായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോമഡി എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമഡി ആയിരുന്നു. ബിന്നി ഉണ്ടല്ലോ, അപ്പം അനുമോളും അഭിഷേകും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സംസാരിക്കുവാണ്. അപ്പം ബിന്നി അവിടോട്ട് വരുന്നു. അപ്പം ബിന്നി അഭിഷേകിനെ കണ്ടിട്ട് ആരാ മനസ്സിലായില്ല എന്നൊക്കെ ഒരു ചോദ്യമാണ് അവിടെ ചോദിച്ചത്. അപ്പം അഭിഷേക് പറഞ്ഞു, ഞാൻ ബിഗ് ബോസ് സീസൺ 6 തേർഡ് റണ്ണറപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞു. അന്ന് ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെയാണ് ബിന്നി ചോദിക്കുന്നത്. എടേ, ബിഗ് ബോസ് സീസൺ 6 കാണാതെ അതിലെ വിന്നർ ആരാണ് അല്ലെങ്കിൽ തേർഡ് റണ്ണറപ്പ് ആരാന്ന് പോലും അറിയാത്ത ഒരാളാണ് ഈ ബിഗ് ബോസ് സീസൺ 7 വന്ന് കയറി കിടക്കുന്നത്. ബിഗ് ബോസ് കാണാത്ത ഒരാളാണോ ഈ ബിഗ് ബോസ് 7 വന്ന് കയറി അവിടെ കിടന്ന് മത്സരിക്കുന്നത്? അപ്പൊ പുള്ളിക്കാരെ അവിടെ ഒരു നാടകം ഇറക്കിയത്. എനിക്ക് തോന്നുന്നു അഭിഷേകിനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ അനുവുമായിട്ടിരുന്ന് സംസാരിക്കുന്നത് ബിന്നിക്ക് അങ്ങോട്ട് പിടിച്ചില്ല, അതായിരിക്കും കാര്യം. അപ്പൊ എന്തായാലും ലൈവിൽ നടന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് വലുതായിട്ടൊന്നും നടന്നില്ല, കാരണം ലൈവ് ഫുള്ള് ശോകമായിരുന്നു. ശോകം. ഇനി ബിഗ് ബോസ് അനുമോളെ ഒന്ന് ഇച്ചിരി എനർജി ഒക്കെ കൊടുത്തൊന്ന് ഇറക്കണം, എന്നാലേ അവിടെ വല്ല കോണ്ടന്റും കിട്ടൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക കേട്ടോ. വല്ല വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു.